ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ മുതൽ അങ്ങ് ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന റോക്കറ്റുകൾ വരെ ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു കുഞ്ഞൻ ഹീറോയുണ്ട്. അതാണ് ട്രാൻസിസ്റ്റർ. ഇന്ന് നമ്മൾ ആ ഇലക്ട്രോണിക് മാന്ത്രികന്റെ 3 പ്രധാന മുഖങ്ങൾ അല്ലെങ്കിൽ 3 അവതാരങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്തറിയാൻ പോവാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ നഖത്തേക്കാളൊക്കെ എത്രയോ ചെറിയൊരു സാധനത്തിന് എങ്ങനെയാണ് ഒരേ സമയം ഒരു ഗേറ്റ് കീപ്പറെ പോലെ കറണ്ടിനെ കടത്തിവിടാനും തടയാനും പിന്നെ ഒരു മെഗാഫോൺ പോലെ വരുന്ന സിഗ്നലിനെ അങ്ങ് വലുതാക്കാനും സാധിക്കുന്നത്? ഭയങ്കര കഴിവല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രാൻസിസ്റ്റർ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രോണിക് കൺട്രോൾ ടൂളാണ്. ഒരു ഡാമിലെ ഷട്ടർ വെള്ളത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നില്ലേ, അതുപോലെയാണ് ട്രാൻസിസ്റ്റർ കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. വേണമെങ്കിൽ കറണ്ട് കടത്തിവിടും, വേണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അതുമാത്രമല്ല, ഒരു ചെറിയ കറണ്ടിനെ ഒരു വലിയ കറണ്ടാക്കി മാറ്റാനും ഇതിന് പറ്റും. ഒരു സൂപ്പർ പവർ തന്നെയാണത്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററുകൾ ഒരുപാടുണ്ട് കേട്ടോ, പല ടൈപ്പുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അതിലെ ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പേര് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് സ്നേഹത്തോടെ വിളിക്കും BJT. ഇതൊരു റിലേ ഓട്ടം പോലെ നമുക്ക് സങ്കല്പിക്കാം, അല്ലേ? എമിറ്റർ എന്ന് പറയുന്നയാൾ ബാറ്റണും കൊണ്ട് ഓട്ടം തുടങ്ങുന്നു. ബാറ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്. കളക്ടറാണെങ്കിൽ ഫിനിഷിംഗ് ലൈനിൽ അത് പിടിക്കാനായിട്ട് കാത്തു നിൽക്കുന്നു. പക്ഷേ ഈ ഓട്ടം കൺട്രോൾ ചെയ്യുന്നത് ആരാന്നറിയോ? ഇടയ്ക്ക് നിൽക്കുന്ന ബേസാണ്. ബേസ് ഒരു ചെറിയ സിഗ്നൽ കൊടുത്താൽ മാത്രം മതി. എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് ചാർജിന്റെ ഒരു ഒഴുക്ക് തുടങ്ങും. അപ്പോൾ ആ കൺട്രോൾ സ്വിച്ച് അത് ബേസിന്റെ കയ്യിലാണ്. ഇവിടെയാണ് ശരിക്കുള്ള മാജിക്. ബേസിനെ നമുക്കൊരു വലിയ ഡാമിന്റെ വാൽവായിട്ട് കാണാം. നമ്മൾ ആ വാൽവ് വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി. അതായത് ഒരു ചെറിയ ബേസ് കറണ്ട് കൊടുത്താൽ മതി. ഡാമിൽ നിന്ന് വെള്ളം കുതിച്ചൊഴുകി വരും. അതായത് വലിയ ഒരു കളക്ടർ കറണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു വിരൽത്തുമ്പ് കൊണ്ട് ഒരു ഡാം മൊത്തം നിയന്ത്രിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന് 3 കാലുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഒരു സർക്യൂട്ടിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും വേണം, ഔട്ട്പുട്ട് എടുക്കാനും വേണം. അതിന് 2 പോയിന്റുകൾ വീതം വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കാൽ എപ്പോഴും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഒരു പാലം പോലെ നിൽക്കണം. ഏത് കാലാണ് അങ്ങനെ കോമൺ ആയിട്ട് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നമുക്കിതിനെ 3 രീതിയിൽ കണക്ട് ചെയ്യാം. സംഭവം സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെയാൾ കോമൺ ബേസ്. പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം ക്ലിയർ അല്ലേ? ഇവിടെ കോമൺ ആയിട്ട് നിൽക്കുന്നയാൾ, അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമിടയിലെ ആ കോമൺ ഫ്രണ്ട്, അത് ബേസ് ടെർമിനലാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് എമിറ്ററിലാണ്. അത് ബേസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നതോ അത് കളക്ടറിൽ നിന്നാണ്. അതും ബേസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്റ്റ് ആവുന്നത് ഈ കോമൺ പോയിന്റായ ബേസിലാണ്. അതുകൊണ്ടാണ് ഇതിനെ കോമൺ ബേസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഈ ഫീൽഡിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. ഇലക്ട്രോണിക്സിലെ ഒരു റോക്ക് സ്റ്റാർ എന്ന് തന്നെ പറയാം. അതാണ് കോമൺ എമിറ്റർ. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പോപ്പുലർ എന്നല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ ആള് മാറി. ഇപ്പോൾ ആ കോമൺ പോയിന്റിൽ ആ സ്റ്റേജിന് നടുക്ക് നിൽക്കുന്നത് എമിറ്ററാണ്. ഇൻപുട്ട് സിഗ്നൽ ബേസിലേക്കാണ് വരുന്നത്. ഔട്ട്പുട്ട് നമ്മൾ കളക്ടറിൽ നിന്നും എടുക്കുന്നു. പക്ഷേ ഈ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എമിറ്ററാണ്. ഈ ഒരു സെറ്റപ്പാണ് ഇതിനെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കോൺഫിഗറേഷനാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെയും അവസാനത്തെയും കോൺഫിഗറേഷനിലേക്ക് എത്തി, കോമൺ കളക്ടർ. ഇതിന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഉപയോഗമുണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെയും ലോജിക്ക് അതുതന്നെയാണ്. ഇൻപുട്ട് സിഗ്നലിനും ഔട്ട്പുട്ട് സിഗ്നലിനും കോമൺ ആയിട്ട് വരുന്നത് കളക്ടറാണ്. അപ്പം നമ്മൾ ബേസ്, എമിറ്റർ, കളക്ടർ ഈ 3 ടെർമിനലുകളെയും ഓരോന്നായി കോമണാക്കി വെച്ചുകൊണ്ടുള്ള 3 വ്യത്യസ്ത കോൺഫിഗറേഷനുകൾ കണ്ടുകഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ 3 രീതിയിൽ ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്യാമെന്ന് പഠിച്ചു. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഓരോ രീതിക്കും എന്ത് കഴിവാണുള്ളത്, അല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കറന്റ് ഗെയിൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു കറണ്ടിനെ എത്ര മടങ്ങ് വലുതാക്കാൻ ഓരോ കോൺഫിഗറേഷനും പറ്റും. നമുക്ക് നോക്കാം. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായി ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. നിങ്ങൾ 1 രൂപ ഇൻപുട്ടായി കൊടുത്താൽ നിങ്ങൾക്ക് എത്ര രൂപ ഔട്ട്പുട്ടായി തിരിച്ചു കിട്ടും. അതാണ് കറണ്ട് ഗെയിൻ. ഗെയിൻ എത്ര കൂടുന്നോ അത്രയും ലാഭം കൂടുതലാണ് നമുക്ക് പറയാം. അപ്പോൾ ഓരോ കോൺഫിഗറേഷന്റെയും ഈ കഴിവ് അളക്കാൻ നമ്മൾ ചില ഗ്രീക്ക് അക്ഷരങ്ങൾ ഉപയോഗിക്കും. പേടിപ്പിക്കാനല്ല, എളുപ്പത്തിനാണ്. ആൽഫ, ബീറ്റ, ഗാമ. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഗെയിനിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. നമ്മുടെ റോക്ക് സ്റ്റാർ ആയ കോമൺ എമിറ്ററിന്റെ ഗെയിനിനെ ബീറ്റ എന്ന് പറയും. കോമൺ കളക്ടറിൻ്റേത് ഗാമ. ഫോർമുല എപ്പോഴും ഒന്ന് തന്നെ, ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്. അത്രയുള്ളൂ. ഇവിടെയാണ് കോമൺ എമിറ്ററിന്റെ പവർ നമ്മൾ കാണുന്നത്. സാധാരണയായി ഒരു ട്രാൻസിസ്റ്ററിന്റെ ബീറ്റയുടെ വാല്യൂ ഒരു 100 ഒക്കെ ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ?
നമ്മൾ ബേസിലേക്ക് വെറും 1 മില്ലി ആംബിയർ കറണ്ട് കൊടുത്താൽ കളക്ടറിൽ നമുക്ക് 100 മില്ലി ആംബിയർ കറണ്ട് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ ശബ്ദം ഒരു വലിയ അലർച്ചയായി മാറുന്നത് പോലെ. ഇതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആൽഫയും ബീറ്റയും ഗാമയും വെവ്വേറെ നിൽക്കുന്നവരല്ലാട്ടോ, അവരൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ ഒരാളുടെ വാല്യൂ നമുക്കറിയാമെങ്കിൽ മറ്റുള്ളവരുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു രഹസ്യബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഒരു പോയിന്റിലേക്ക് എത്ര കറണ്ട് വരുന്നോ അത്രയും തന്നെ പുറത്തേക്കും പോകണം, അത്രയുള്ളൂ. ട്രാൻസിസ്റ്ററിന്റെ കാര്യത്തിൽ ബേസ് കറണ്ടും കളക്ടർ കറണ്ടും കൂടിച്ചേർന്നാണ് എമിറ്റർ കറണ്ടായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതായത് IE = IB + IC. വരുന്ന വഴികൾ 2, പോകുന്ന വഴി 1. സിമ്പിൾ. ഇപ്പോൾ ഈ കാണുന്ന കണക്കുകൾ കണ്ട് ആരും പേടിക്കണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബേസിക് ഇക്വേഷനില്ലേ, IE = IB + IC, അത് വെച്ച് ഒരു ചെറിയ കളി കളിക്കുകയാണ്. ആൽഫയും ബീറ്റയും തമ്മിലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് മാത്സ് ഉപയോഗിച്ച് നമ്മൾ ആൽഫയുടെ വില അറിയാമെങ്കിൽ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി, ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്നു. അതിന്റെ ഫൈനൽ ഫോർമുലയാണ് ഈ കാണുന്നത്. ഇവയാണ് നമ്മുടെ മാജിക് ഫോർമുലകൾ. ഇവയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വില അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ 100 ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിന്റെ ഗാമ എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, ഗാമ = ബീറ്റ + 1. അപ്പോൾ 100 + 1 101. സിമ്പിളല്ലേ? കണ്ടില്ലേ എന്തെളുപ്പമാണെന്ന്? ഓക്കെ, നമ്മൾ ഇത്രയും തിയറിയൊക്കെ പഠിച്ചു. പക്ഷെ റിയൽ ലൈഫിൽ ഇതിന്റെ ഉപയോഗം എന്താണ്? എന്തിനാണ് ഒരേ ട്രാൻസിസ്റ്ററിന് 3 വ്യത്യസ്ത കോൺഫിഗറേഷൻസ്? ഓരോ ജോലിക്കും ഓരോ പ്രത്യേക ടൂൾ വേണ്ടേ? അതെ, അതുതന്നെയാണ് കാര്യം. നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടും. കോമൺ എമിറ്റർ നോക്കൂ, കറണ്ട് ഗെയിനും ഹൈ ആണ്, വോൾട്ടേജ് ഗെയിനും ഹൈ ആണ്. അതായത് കറണ്ടിനെയും വോൾട്ടേജിനെയും ഒരുപോലെ വലുതാക്കാൻ ഇതിന് പറ്റും. അതുകൊണ്ടാണ് ഓഡിയോ ആംപ്ലിഫയറുകളിലൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ സിഗ്നലിനെ ഒരു സ്റ്റേഡിയം മുഴുവൻ കേൾക്കാൻ പാകത്തിന് പവർഫുള്ളാക്കാൻ ഇതിന് പറ്റും. ഇനി കോമൺ കളക്ടർ നോക്കിയാലോ, അതൊരു നല്ല ഡിപ്ലോമാറ്റാണ്. 2 വ്യത്യസ്ത സർക്യൂട്ടുകളെ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണക്ട് ചെയ്യാൻ സഹായിക്കും. ടെക്നിക്കലി പറഞ്ഞാൽ ഇംപഡൻസ് മാച്ചിങ്, അതാണ് അതിന്റെ പ്രധാന ജോലി. അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ ഇത്രയുള്ളൂ. നമ്മുടെ ടൂൾ ബോക്സിൽ ഒരു ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും റെഞ്ചുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോന്നും ഓരോ പ്രത്യേക ജോലിക്കുള്ളതാണ്, അല്ലേ? ആണിയടിക്കാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ, അതിന് പറ്റിയ കോൺഫിഗറേഷൻ ഏതാണോ, അത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ 3 പ്രധാന അവതാരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒരു സ്വിച്ചായും ഒരു ആംപ്ലിഫയറായും ഒരു ഇടനിലക്കാരനായും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ കുഞ്ഞൻ ഉപകരണം അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കുമ്പോൾ ഒന്നോർത്തു നോക്കുക. അതിനുള്ളിൽ കോടിക്കണക്കിന് ഇത്തരം കുഞ്ഞൻ ട്രാൻസിസ്റ്ററുകൾ അവയുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറിവ് വച്ച് നിങ്ങൾക്ക് പുതുതായി എന്ത് നിർമ്മിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.